കുഞ്ഞിനെ വാങ്ങി നേഴ്സ് പോയപ്പോൾ ആശ്വാസത്തോടെ മുഖം അമർത്തി തുടച്ചു ഇന്ദ്രൻ. കഴിഞ്ഞ കുറേ നിമിഷങ്ങൾ തീയിൽ ചവിട്ടി നിൽക്കുന്നത് പോലെയാണ് കടന്നുപോയത്. കസറിലിരുന്ന ആശ്വാസത്തോടെ ഇന്ദ്രൻ എന്തൊക്കെ ചിന്തകളാണ് മനസ്സിൽ കൂടി കടന്നുപോയത്. ഭാനുവില്ലാത്ത ഒരു ലോകം തനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഭാനു ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ കുഞ്ഞിനെ കയ്യിൽ വാങ്ങിയതാണ്. ഭാനു തന്നെയും കുഞ്ഞിനെയും വിട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ ലോകത്തോട് വിട പറയാൻ തന്നെയായിരുന്നു തീരുമാനം. സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല ഇതുവരെ, അതൊരിക്കലും തീരുകയില്ല ഇന്നലെ ശ്വാസം നിലയ്ക്കുന്നതുവരെ. പക്ഷെ ഭാനുവില്ലാത്ത ലോകം ഇല്ലെന്ദ്രന്. അച്ചുവിനെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴേക്കും ഈശ്വരന്മാർ തിരികെ വിളിച്ചു. അതുപോലെ തന്നെ ഭാനുവിനെയും തിരികെ വിളിക്കാനാണ് അവരുടെ തീരുമാനമെങ്കിൽ ഒരു വിശ്വാസവും കൂട്ടുപിടിക്കാതെ താനും മോനും അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യാൻ തന്നെയാണ് മനസ്സിൽ കരുതിയിരുന്നത്. ഈശ്വര, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവിടുന്ന് കേട്ടല്ലോ. ഇന്ദ്രൻ മനമൊരുകി പ്രാർത്ഥിച്ചു. എല്ലാവരും ആശ്വാസത്തിലായിരുന്നു. ഒരിട്ട് ജലപാനം പോലും ഇല്ലാതെ ഭാനുവിന്റെ ജീവിതത്തിന് കാവൽ നിൽക്കുകയായിരുന്നു ഒത്തിരി പേർ. മോനെ, നീ വെള്ളമെങ്കിലും കുടിക്കും. ഇപ്പം മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൾ ഇന്ന് കണ്ടാൽ സമാധാനമാകും. ആദ്യം നീ കണ്ടിട്ട് മതി. നിന്റെ നെഞ്ചിലെ പിടപ്പ് നന്നായിട്ട് അറിയാം അമ്മയ്ക്ക്. അമ്മ നീട്ടി വെള്ള ബോട്ടിൽ വാങ്ങി ഇന്ദ്രൻ. വിശപ്പും ദാഹമൊന്നും അറിഞ്ഞതേയില്ല. എന്തിനേറെ സമയം പോകുന്നത് പോലും. വെള്ളം വാങ്ങി കുടിച്ചു ഇന്ദ്രൻ ആർത്തിയോടെ. അമ്മേ, അമ്മമ്മയെ കൊണ്ട് റൂമിലേക്ക് പോയിക്കോളൂ. അമ്മമ്മ വല്ലാതെ അവശയായിരിക്കുന്നു. ചുമരിൽ ചാരി നിൽക്കുന്ന അമ്മമ്മയെ നോക്കി പറഞ്ഞു ഇന്ദ്രൻ. ബ്ലഡ് കൊടുത്തു കഴിഞ്ഞ രുദ്രനും വന്നു. ഇനിയിപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കണമെന്നില്ല. ലക്ഷ്മി അമ്മാമ്മയും ശാരദയത്തെയും കൂട്ടി റൂമിലേക്ക് പോയിക്കോളും. രുദ്രൻ പറഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മാമ്മയുടെയും കൈ പിടിച്ചുകൊണ്ട് നടന്നു. പിന്നാലെ ശാരദയത്തെയും. അഴകിയ സിദ്ധിയും രുദ്രനും ഇന്ദ്രനും അവിടെ തന്നെ ഇരുന്നു. അച്ഛനും അമ്മയും റൂമിലേക്ക് പോയി. പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് കുഞ്ഞിനെ കൊണ്ടുവന്നത്. പാല് കുടിച്ച് ഉറക്കമായിരുന്നു കുഞ്ഞ്. അളക കുഞ്ഞിനെ വാങ്ങി റൂമിലേക്ക് പോയി. ഇന്ദ്രൻ്റെ അകത്തേക്ക് വന്നോളൂ. വാതിൽ തുറന്നൊരു നേഴ്സ് വന്നു പറഞ്ഞു. ഞാൻ കണ്ടിട്ട് വരാം. സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഓടുകയായിരുന്നു അവർക്ക് പിന്നാലെ. നേരത്തെ കിടത്തിയ ബെഡിലല്ല ഇപ്പോൾ കിടക്കുന്നത് ഭാനു. അവൾ വാതിലക്കിലേക്ക് നോക്കി തന്നെയാണ് കിടക്കുന്നത്. തൻ്റെ പ്രാണനെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഇന്ദ്രനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്ദ്രൻ്റെയും. ഭാനു മോളെ, ഇനി നമ്മുടെ കണ്ണമ്മോനെ വിട്ട് താൻ പോകാൻ ഒരുങ്ങിയാലേ തന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയോ? ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ അവളെ നെറ്റിയിലും കവളിലും മുത്തങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. ഭാനുവും അവൻ്റെ കവളിലും മുടിയിലും ഇടത് കൈ ഉയർത്തി തലോടി. പേടിച്ചു പോയാലേ ഇന്ദ്രേട്ടൻ. ഇന്ദ്രേട്ടനെ വിട്ട് എനിക്ക് അങ്ങനെ പോകാൻ കഴിയോ? ഒരു വാക്ക് പോലും പറയാതെ എൻ്റെ അമ്മയെപ്പോലും ഞാനും കുഞ്ഞിനെ തന്നിട്ട് പോകുമെന്ന് ഭയന്ന് കാണും എല്ലാവരും. ഞാനും പേടിച്ചു പോയി. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഇന്ദ്രേട്ടാ. പക്ഷെ ഒന്ന് മാത്രം ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ താരാട്ടുപാട്ട് അമ്മ കൂടെയുണ്ടെന്ന് തോന്നൽ. ഞാൻ തനിച്ചില്ലെന്ന് ആരോ പറയുന്നത് പോലെ ആ ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടു. മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അമ്മയുണ്ട് കേട്ടോ എന്ന്. ജീവിച്ച് കൊതി തീരാത്തത് കൊണ്ടായിരിക്കും അമ്മയ്ക്ക് ഞങ്ങളെ വിട്ടു പോകാൻ തോന്നാത്തത്. അത് പറയുമ്പോൾ ഭാനുവിൻ്റെ ഇടത് കൈ ഇന്നിൻ്റെ വലത് കൈയിൽ അമർത്തി പിടിച്ചിരുന്നു. അതെ, അമ്മയുടെ കരുതലും സ്നേഹവും ഉള്ളത് കൊണ്ട് തന്നെയാണ് മരണത്തിൻ്റെ വായിൽ നിന്ന് താൻ തിരിച്ചു വന്നത്. വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്താണെന്ന് ഡോക്ടർ പോലും പറഞ്ഞത്. പെട്ടെന്നായിരുന്നു അത്രേ തനിക്ക് മാറ്റങ്ങൾ വന്നത്. BP ഡൗൺ ആയതും ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയതും ബ്ലീഡിങ് തുടങ്ങിയതുമെല്ലാം ഡോക്ടർക്ക് പോലും അതിശയമാണ്. എന്തായാലും മിസ്റ്റർമാർ കൂടെയുണ്ട്, അത് മാത്രമേ പറയാൻ കഴിയുള്ളൂ. തൻ്റെ നാഗദൈവങ്ങൾ തനിക്ക് തുണയെ കൂടെ തന്നെയുണ്ട്. ഭാനു പുഞ്ചിരിച്ചുകൊണ്ട് ഇന്ദ്രനെ നോക്കി. അതെ ഇന്ദ്രേട്ടാ, പ്രപഞ്ച ശക്തികൾ വിശ്വസിച്ചാൽ കൈവിടില്ല. വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നതാണ്. മോൻ ബുദ്ധിമുട്ടിച്ചില്ല അല്ലേ? സിസ്റ്റർ പറഞ്ഞു. സുഖമായി ഉറങ്ങിയായിരുന്നു നമ്മുടെ മോനെന്ന് ഭാനു ഇന്ദ്രൻ്റെ വലത് കൈയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, മോൻ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. സുഖമായി ഉറങ്ങി. ഇന്ന് ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. റൂമിലേക്ക് മാറ്റിയാൽ ആശ്വാസമായി. ഇവിടെ അധികം നിൽക്കാൻ കഴിയില്ല. എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പറയണം ഇവരോട് കേട്ടോ. ഇന്ദ്രൻ നേഴ്സിംഗ് സ്റ്റേഷനിൽ ഇരിക്കുന്ന നേഴ്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവളോട്. ഇനി പേടിക്കണ്ട, ഇന്ദ്രേട്ടനെയും മോനെയും വിട്ട് ഞാൻ പോകില്ല ഇവിടെയും. ഇന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ. എന്തിനാണെന്ന് നന്നായി മനസ്സിലായി അവന്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇരുവശവും പില്ലോയിൽ കൈകുത്തി അവളുടെ മുഖത്തേക്ക് തന്നെ മുഖം അടുപ്പിച്ചു ഇന്ദ്രൻ. അവളുടെ നനവാർന്ന ആദരം അവൻ്റെ നെറ്റിയിലും കവിളിലും പതിപ്പിച്ചു അവൾ. ഇപ്പം സന്തോഷമായില്ലേ? കുസൃതയോടെ ചോദിച്ചു അവൾ. ഒന്ന് നീട്ടി മൂളിക്കൊണ്ട് അവളെ നോക്കി രണ്ട് കണ്ണും അടച്ചു കാണിച്ചു ഇന്ദ്രൻ. അവിടെ ഇരിക്കുന്ന നേഴ്സുമാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ചെറിയൊരു ചമ്മലുണ്ടായി ഇന്ദ്രന്. ഞാൻ പുറത്തുണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ വരുമ്പോൾ പറയണം. ഡോക്ടർ പറഞ്ഞാലേ അകത്തേക്ക് എന്നെ കടത്തും. ഇനി വരുന്നത് അമ്മയായിരിക്കും. അമ്മയ്ക്ക് തന്നെ കാണുന്നത് സമാധാനം ഇല്ലെന്നാണ് പറഞ്ഞത്. പാവം അമ്മമ്മ അടക്കം എല്ലാവരും പേടിച്ചു പോയി. പുറത്തുണ്ട് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ തിരിഞ്ഞു നടന്നു. അവൻ പോന്ന് നോക്കി കിടന്നു ഭാനു. ഈ സമയം അമ്മമ്മയുടെ അമ്മാവന്മാരുടെ മക്കളുടെ വീട്ടിൽ എല്ലാവരും കൂടി രഹസ്യ ചർച്ചയിലായിരുന്നു. ആഭിചാര കൃത്യങ്ങളിൽ
പ്രഗത്ഭനായ ആഞ്ജനേയൻ തൻ്റെ മഷി പുരട്ടിയ വെറ്റിലയിൽ നോക്കി ചുവന്ന കണ്ണുകൾ ഒന്നുകൂടി ചുവപ്പിച്ചു. മുടി പറ്റി വെട്ടിയ തലയിൽ വലത് കൈകൊണ്ട് ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായി, വലത് നടക്കുവോ? ആകാംക്ഷയോടെ ചോദിച്ചു രാമകൃഷ്ണൻ. ഒന്നും നടന്നില്ല. താൻ അയച്ച കരിനാഗം പിടഞ്ഞു വീണ് കഴിഞ്ഞു സർപ്പക്കാവിൽ. നിങ്ങളുടെ പെങ്ങൾ നടത്തുന്ന യാഗങ്ങളും പൂജകളും എന്നും അവർക്ക് തുണയായുണ്ട്. ഭാനുവിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും 2 തവണയായി ആ സർപ്പക്കാവിൽ വെച്ച് ഞാൻ അയച്ച നാഗം മൃത്യു വരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവരെ അവിടെ നിന്നും ഇവിടേക്ക് പാർശ്വ നടുക എന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. നാഗങ്ങൾക്ക് അത്ര പ്രീതിയുള്ളവളാണ് ഭാനു. അതുപോലെ തന്നെ ഭാമിയുടെ ആത്മാവും അവൾക്ക് തുണയായുണ്ട്. വേറെ മാർഗം നോക്കേണ്ടി വരും. ആഞ്ജനേയൻ തിരുമേനി പറഞ്ഞു കേട്ട് രാമകൃഷ്ണൻ മക്കളുടെ മുഖത്തേക്ക് നോക്കി. അച്ഛാ, കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് തോന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. അച്ഛൻ പെങ്ങളോട് തന്നെ കാര്യങ്ങൾ പറയാം. ആ കാവും കുളവും വരുന്ന സ്ഥലം ആർക്കും ഇല്ലാത്തതുപോലെ കിടക്കുകയാണ്. ഏതാണ്ട് 75 സെന്റ് സ്ഥലത്തോളം വരും. കാവും കുളവും പരിസരവും മാത്രം. ഭാഗം വെച്ച കൂട്ടത്തിൽ കാവും പരിസരവും ഒന്നും ആർക്കും എഴുതിയിട്ടുമില്ല. അതൊക്കെ അവരുടെ കളിയാണ്. അവരാണല്ലോ തറവാട് അടക്കി വാങ്ങിയത്. ഇപ്പോൾ ഹൈവേ വരുന്നത് ആ കാവിന് മാറി പുറകിലാണ്. എന്തായാലും സെന്റിന് ഇപ്പോൾ നല്ല വില കിട്ടും. അതൊക്കെ ഒഴിവാക്കി മറുവശത്തേക്ക് ഒരു വഴിയും ഇട്ട് മുറിച്ചു കൊടുത്താൽ തന്നെ ലക്ഷങ്ങൾ കയ്യിൽ വന്നു ചേരും. അതുകൊണ്ടാണ് ആദ്യം അവരെ ഒഴിവാക്കി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. അല്ലാതെ അവിടെ ആരാധിച്ചു വരുന്ന മൂർത്തികളെ സംരക്ഷിക്കാൻ മാത്രമായിട്ടൊന്നുമല്ല. പിന്നെ എല്ലാവരും പറയുന്നു അവിടുത്തെ മൂർത്തികൾക്ക് ശക്തിയുണ്ടെന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മൂത്ത മകൻ ഭദ്രൻ പറയുന്ന കേട്ട് രാമകൃഷ്ണൻ ഒന്നും പറയാതെ ഇരുന്നു. ഞാൻ ഇറങ്ങട്ടെ, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. എൻ്റെ വിദ്യകളൊന്നും അവിടെ ഏൽക്കുന്നില്ല. മാത്രമല്ല ഉപാസിച്ചു വരുന്ന 2 മൂർത്തികളും ഇപ്പം എന്നെ കൈ ഒഴിഞ്ഞ മട്ടിലാണ്. പറഞ്ഞുകൊണ്ട് തളുകയും വെറ്റിലയും മടക്കി അയാൾ. തിരുമേനിക്ക് ആവശ്യം വേണ്ടത് കൊടുത്തു വിട്ടോളൂ. പറഞ്ഞുകൊണ്ട് ആലോചനയുടെ രാമകൃഷ്ണൻ അകത്തേക്ക് പോയി. ഭാനുവിൻ്റെ അമ്മമ്മയുടെ ഇടയാങ്ങളാണ് രാമകൃഷ്ണൻ. മക്കൾ ഭദ്രനും രാജേന്ദ്രനും. ഇവരെ കൂടാതെ 2 പേര് കൂടെ ഉണ്ട് സഹോദരന്മാർ അമ്മാമ്മയ്ക്ക്. അവരിൽ മൂത്ത സഹോദരൻ മരിച്ചു. അവരുടെ മക്കളും ഇപ്പോൾ ഇവിടെയല്ല, പുറം രാജ്യത്താണ്. മറ്റൊരാൾ വീരഭദ്രൻ. 3 പെൺമക്കളാണ്. അമ്മമ്മ കാര്യം പറയുന്നത് കൊണ്ട് ആർക്കും അമ്മാമ്മയെ താല്പര്യമില്ല. പെൺമക്കൾക്കാണ് തറവാട്ട് വീട് അന്നത്തെ വ്യവസ്ഥയിൽ. അതുകൊണ്ടാണ് അമ്മാമ്മയ്ക്ക് തറവാട് കിട്ടിയത്. എന്നാലും അമ്മാമ്മയുടെ അച്ഛൻ്റെ ബാക്കി സ്വത്ത് വകകളെല്ലാം ആങ്ങളമാർ വീതിച്ചെടുത്തു. അതിൽ നിന്നൊന്നും അമ്മാമ്മയ്ക്ക് കൊടുത്തതുമില്ല, ആവശ്യപ്പെട്ടിട്ടുമില്ല. അമ്മമ്മ കാലങ്ങളായി ആരാധിച്ചു വരുന്ന നാഗദൈവങ്ങളെ താൻ സംരക്ഷിച്ചു കൊള്ളാം എന്നതുകൊണ്ട് തന്നെയാണ് അമ്മമ്മ തറവാട് ആർക്കും വിട്ടുകൊടുക്കാത്തത്. അന്ന് അതൊന്നും ഏറ്റെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല എന്നതാണ് പരമായ സത്യം. ഇപ്പൊ പൊന്നും വിലയ്ക്ക് ആവശ്യക്കാർ സ്ഥലം ചോദിച്ചു വരുന്നത് കൊണ്ട് അസൂയും കുശുമ്പും കൊണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് തലതെറിച്ച സന്തതികൾ. മക്കളുടെ കാലമായപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അസ്ഥിയുമായി രാമകൃഷ്ണന് തൻ്റെ റൂമിലെ ജനലഴിയിൽ പിടിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് നോക്കി നിന്നു. അവർ ഇതുകൊണ്ടൊന്നും പിന്മാറുമെന്ന ലക്ഷണമില്ല. ഇനിയും ഓരോന്ന് ചെയ്യും. കാവും പരിസരവും സ്വന്തമാക്കാൻ നോക്കുകുത്തിയായി തനിക്ക് നിൽക്കേണ്ടി വരും. ഒരു ദീർഘശ്വാസം എടുത്തു അയാൾ. പിന്നെ ഭാനുവിനെ കാണാൻ കയറിയത് അമ്മാമ്മയും ജയന്തിയമ്മയും കൂടിയായിരുന്നു. വാടിത്തളർന്ന് കിടക്കുന്ന ഭാനുവിനെ കണ്ടപ്പോൾ അമ്മമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മമ്മയുടെ കുട്ടി പേടിച്ചു അല്ലേ? അമ്മാമ്മയും നിന്റെ അമ്മയെപ്പോലെ നീ ഞങ്ങളെ വിട്ടു പോകുമെന്ന് ഭയന്നു കാവിലെ ദൈവങ്ങൾ കാത്തു. ഭാനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇടറിക്കൊണ്ട് പറഞ്ഞു അമ്മാമ്മ. ഞാൻ അങ്ങനെ പോകുമോ നിങ്ങളൊക്കെ വിട്ടിട്ട്? പിന്നെ എൻ്റെ മോനെ കണ്ടോ എല്ലാവരും? സന്തോഷമായില്ലേ അമ്മയെ? ജയന്തി അമ്മയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഭാനു. മോളെ, എല്ലാവരെയും പേടിപ്പിച്ചു കളഞ്ഞു നീ. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. പെട്ടെന്നാണ് ആ സന്തോഷത്തിൻ്റെ പുറത്ത് കരിമ്പടം വീണത്. സങ്കടത്തിൻ്റെ കരിമ്പടം. പരീക്ഷണ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞെന്ന് സമാധാനിക്കാം. മോ ലക്ഷ്മിയുടെ കയ്യിലുണ്ട്. സുഖമായി ഉറങ്ങുകയാണ്. എല്ലാവരും മാറി മാറി എടുക്കുന്നത് കൊണ്ട് ആള് സുഖനിദ്രയിലാണ്. കട്ടിലിൽ കിടത്തിയിട്ടില്ല ഇതുവരെ. ഓരോരുത്തരും മാറി മാറി എടുത്തിരിക്കുകയാണ്. മകൻ്റെ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ സന്തോഷത്തിൽ പറഞ്ഞു ജയന്തിയമ്മ. ഇന്നുകൂടി ഇവിടെ കിടക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അമ്മാമ്മ മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നാൽ ശരിയാകില്ല. പേര് വെറ്റിയിട്ട് അവിടെ കൊണ്ടുവന്ന് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്തായാലും കുറച്ചുനാൾ പ്രസവരക്ഷയ്ക്കുണ്ടല്ലോ, അതൊക്കെ ചെയ്തിട്ട് ചടങ്ങ് പോലെ തന്നെ തിരികെ പോരാം. ഇന്ദ്രന് അത്ര താല്പര്യമായിട്ടില്ല. എന്നാലും എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ അങ്ങ് മൂളിയിട്ടുണ്ട്. അമ്മമ്മ അവിടെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മോൾ ഇന്ദ്രനോട് പറയണം, ഒന്നും പേടിക്കേണ്ടത്. അമ്മമ്മയുടെ ആഗ്രഹമാണത്. നിന്റെ മാത്രമല്ല, ശിവയുടെയും കുഞ്ഞിനെ ഈ കൈ കൊണ്ട് എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അമ്മമ്മ പറഞ്ഞപ്പോഴാണ് ശിവയുടെ കാര്യം ഓർത്തത് ഭാനു. ഡേറ്റ് നേരത്തെ ആയതുകൊണ്ട് അവൾ വന്നിട്ടില്ല. 2 പേർക്കും ലീവ് എടുത്തിട്ട് അഡ്മിറ്റ് ആകുന്നതിൻ്റെ തലേദിവസം വരാനിരുന്നതാണ്. പക്ഷെ നേരത്തെ ആയിരുന്നില്ല ഡെലിവറി. അവളെ അറിയിച്ചില്ലേ? ആകാംക്ഷയോടെ ചോദിച്ചു ഭാനു. ഓവ് പുറപ്പെട്ടിട്ടുണ്ട്. വൈകിട്ടോടെ എത്തും. കുറേ പ്രാവശ്യമായി വിളിക്കുന്നു മാറി മാറി. നിന്റെ അവസ്ഥ ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
പറഞ്ഞിരുന്നാൽ ആദ്യക്ക് സമാധാനം കൊടുക്കില്ല അവൾ. വന്നിട്ട് സമാധാനത്തിൽ പറയാം. മോനായതിൻ്റെ സന്തോഷത്തിലാണ്. ഫോണിൽ ഏതാണ്ടൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു ലക്ഷ്മി. ഇനിയിപ്പോൾ നേരിട്ട് വന്നിട്ട് കാണാലോ, അമ്മമ്മ പറഞ്ഞു. ഭാനുവിന് സന്തോഷമായി. ശിവു ഏറെ ആഗ്രഹിച്ചിരുന്നു ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാകണമെന്ന്. ആൺകുട്ടിയാണെന്ന് എപ്പോഴും പറയുകയും ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ചിറ്റ വന്നിട്ട് പുറത്തു വന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു പോയതാണ്. മോളെ, ക്ഷീണമുണ്ട് നിനക്ക്, നന്നായിട്ട് കിടന്നുറങ്ങിക്കോ, ഞങ്ങൾ പുറത്തുണ്ട് കേട്ടോ, ഇവിടെ അധിക സമയം നിൽക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്, ജയന്തിയമ്മ പറഞ്ഞു. അതിനെ ഒന്നും പേടിക്കണ്ട, സുഖമായി ഇറങ്ങിക്കോ, ഒരു പേടിയും വേണ്ട, അമ്മമ്മയും പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി. അവർ രണ്ടുപേരും കണ്ടപ്പോൾ ആശ്വാസമായി ഭാനുവിനും. സമയം പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ കൊണ്ടുവന്നു. ലക്ഷ്മിയും അമ്മമ്മയും ശാരദയത്തെയും കൊണ്ടുപോയിട്ട് രുദ്രൻ തിരികെ വന്നു. അളകിയും സ്ഥിതിയും അച്ഛനും വീട്ടിൽ പോയി. വെറുതെ എല്ലാവരും കൂടി നിന്നിട്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിക്കൊണ്ട് ജയന്തിയമ്മയും രുദ്രനും ഇന്ദനും മാമനും മല്ലിയുമാണ് ഹോസ്പിറ്റലുള്ളത്. രാത്രിയുടെ ശിവു എത്തി. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു. കുഞ്ഞിനെ എടുത്ത് ആദ്യക്ക് കാണിച്ചു കൊടുത്തു. ഭാനുവിനെ കാണണമെന്നുള്ളത് കൊണ്ട് കുഞ്ഞിന് പാല് കുടിപ്പിക്കാൻ എന്ന പേരിൽ അവളെ കൂട്ടിക്കൊണ്ടുപോയി ജയന്തിയമ്മ. മോനെ എടുത്ത് തൻ്റെ അടുത്തേക്ക് വരുന്ന ശിവയെ വിടർന്ന കണ്ണുകളോടെ നോക്കി ഭാനു എഴുന്നേറ്റിരുന്നു. ഭാനേജി വിളിച്ചുകൊണ്ട് ശിവ ചേച്ചിയുടെ നെറ്റിയിൽ ചുംബിച്ചു. നിനക്ക് സന്തോഷമായില്ലേ ഇപ്പോൾ? നീ ആഗ്രഹിച്ചതുപോലെ മോന നമ്മുടെ കണ്ണൻ. നിറഞ്ഞ കണ്ണുകളുടെ മോനെ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഭാനു. സന്തോഷമായി, നമ്മുടെ പ്രാർത്ഥന കേട്ടു ഗുരുവായൂരപ്പൻ. കുഞ്ഞിനെ ഭാനു പാല് കൊടുത്തിരുന്നു. അത് നോക്കി നിൽക്കുകയാണ് ശിവു. അവളുടെ മനസ്സിലൊരു നോവായി, തനിക്ക് ഇതുപോലെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല, തൻ്റെ അമ്മയുടെ മടിയിൽ കിടക്കാൻ. ഒരു സ്ത്രീയുടെ ജന്മം സഫലമാകുന്ന നിമിഷങ്ങൾ ഏറ്റവും ഏറെ സന്തോഷിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഭാനേച്ചിയുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. കുഞ്ഞിൻ്റെ തൊടിയിൽ പതിയെ തട്ടിക്കൊണ്ട് പുഞ്ചിരോടെ ഇരിക്കുന്ന ഭാനുവിനെ നോക്കി ചിരിയോടെ നിന്നു അവൾ. പാല് കൊടുത്ത് കുഞ്ഞിനെ എടുത്ത് തിരികെ പോന്നു അവൾ റൂമിലേക്ക്. ഇടയ്ക്ക് ഉറക്കം ഉണർന്ന് ചെറുതായി കരഞ്ഞെങ്കിലും പിന്നീട് ഉറങ്ങിപ്പോയി കുഞ്ഞു. രുത്തനും മാതിയും അച്ഛനും വീട്ടിലേക്ക് പോയി. കാലത്ത് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഭാനുവിന് കാവലായി ആ വരാന്തയിൽ തന്നെ ഇരുന്നു. രാവിലെ ഡോക്ടർ വന്ന് ഭാനുവിനെ ചെക്ക് ചെയ്തു. ഒരു കുഴപ്പമില്ല, പാല് കുടിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ മോന്, ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഡോക്ടർ. ഇല്ല, കുടിക്കുന്നുണ്ട്, ഭാനു പറഞ്ഞു. റൂമിലേക്ക് മാറ്റാം, കിടന്നുകൊണ്ട് പാല് കൊടുക്കരുത്, എഴുന്നേറ്റിരുന്ന് വേണം പാല് കൊടുക്കാൻ, പിന്നെ മാറി മാറി മുലയൂട്ടണം. പാലുണ്ടാക്കാനുള്ള ഒരു മരുന്ന് എഴുതിയിട്ടുണ്ട്, 1 ടീസ്പൂൺ വീതം 2 നേരം കഴിച്ചാൽ മതി, പാലൊക്കെ ഉണ്ടാകും, ഒരു പേടിയും വേണ്ട. റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭാനുവിന് സന്തോഷമായി. അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഭാനുവിനെ റൂമിലേക്ക് മാറ്റി. അടിയിലിട്ട സ്റ്റിച്ചിന്റെ വേദനയുള്ളത് കൊണ്ട് ഇരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഭാനുവെല്ലാം സഹിച്ചിരുന്നു. കുഞ്ഞിനെയും അമ്മയും കാണാനുള്ള ബന്ധുക്കളുടെ വരവായിരുന്നു പിന്നീട് അങ്ങോട്ട്. കൂട്ടത്തിൽ ജ്യോതിയുടെ അച്ഛനും അമ്മയും വന്നിരുന്നു. കൂടാതെ ശ്രീദേവിയും ശിവനും മക്കളും വന്നു. ഇന്ദ്രൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റൂമിലേക്ക് മാറ്റിയിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അവർ ഉച്ചയോടെയാണ് വന്നത്. കുഞ്ഞിനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അനിരുദ്ധും അറിഞ്ഞിരുന്നു ഭാനു പ്രസവിച്ച് ആൺകുട്ടിയാണെന്ന്. അനിരുദ്ധന് ഓഫീസിൽ നിന്നിറങ്ങി ബേക്കറിയിൽ കയറി മോന് സ്നാക്സ് വാങ്ങുമ്പോൾ അവിടേക്ക് വന്ന ശിവ പറഞ്ഞതാണ് ഭാനു പ്രസവിച്ച വിവരം അനിരുദ്ധ അറിയുന്നത്. നീ പോയിരുന്നോ? അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നോ? ആകാംക്ഷ കൊണ്ട് ചോദിച്ചു അനി. ഒരു കുഴപ്പമില്ല, നോർമൽ ഡെലിവറി ആയിരുന്നു. ഇന്ന് രാവിലെ റൂമിലേക്ക് മാറ്റി. ഇന്ദ്രേട്ടൻ വിളിച്ചിരുന്നു, അതാണ് ഞങ്ങൾ പോയത്. അനിരുദ്ധനും പിന്നെയും എന്തൊക്കെയോ ചോദിച്ചറിയണമെന്ന് തോന്നി. പിന്നെയും സ്വയം അടക്കി. എന്തായാലും ഭാനു അമ്മയേലോ, ഒരു കണക്കിന് നല്ലതിനു വേണ്ടിയായിരുന്നു എല്ലാം. ഈ കുഞ്ഞ് പിറവിക്കൊള്ളണമെന്ന് ഈശ്വര നിശ്ചയമാണ്, അത് തടുക്കാൻ ആർക്കും കഴിയില്ല. സ്വയം ആശ്വസിച്ചു അനി. നീ ഇത് മക്കൾക്ക് കൊടുക്ക്, ഞാൻ ഇറങ്ങട്ടെ. അമ്മയ്ക്ക് വിശേഷിച്ച കുഴപ്പമൊന്നുമില്ലല്ലോ, ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്. മകന് വേണ്ടി വാങ്ങിയ ബേക്കറി സാധനങ്ങളിൽ നിന്ന് ഒരു കവറത്തെ ശിവ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അനിരുദ്ധൻ. ചെറിയ മുട്ടുവേദനയും മേലുവേദനയും ഒക്കെയുണ്ട്, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ ഇടയ്ക്ക് വരാലോ, അമ്മ ഇടയ്ക്ക് പറയുന്നുണ്ട് ഏട്ടൻ കാണാൻ പോലും വരുന്നില്ലെന്ന്. ശിവ പറഞ്ഞുകൊണ്ട് തനിക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ കയറി. വരാം പറഞ്ഞുകൊണ്ട് അനി തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി. അവൻ്റെ മനസ്സിൽ ഭാനുവിൻ്റെ മുഖം തെളിഞ്ഞു. എത്ര സന്തോഷത്തിലാണ് 12 വർഷങ്ങൾ കഴിഞ്ഞത്. ഒരിക്കൽ പോലും തന്നെ വേദനിപ്പിച്ചിട്ടില്ല ഭാനു. എല്ലാം ഉള്ളിലൊതുക്കി സ്വയം നീറി കഴിഞ്ഞ് ഒടുക്കം താൻ തന്നെ ആട്ടി പഴിച്ചു വിട്ടു തൻ്റെ ജീവിതത്തിൽ നിന്നും. അവളോട് ചെയ്തു പോയ തെറ്റിന് ശിക്ഷ തനിക്ക് കിട്ടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊരു തുള്ളി അടർന്ന നിലത്തേക്ക് പതിച്ചു. വീട്ടിലെത്തുമ്പോൾ ജ്യോതി മോനെയും കൊണ്ട് സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മോൻ വാക്കറിൽ ഇരിക്കുകയാണ്. അച്ഛാ. അനിയെ കണ്ടപ്പോൾ മോൻ വിളിച്ചപ്പോൾ അനിയുടെ നെഞ്ചു പൊള്ളിപ്പടഞ്ഞു. ഒരു കാലത്ത് താൻ ഈ വിളി കേൾക്കാൻ അതിയെ ആഗ്രഹിച്ചിരുന്നു, അത് തൻ്റെ സ്വന്തം കുഞ്ഞിൽ നിന്നും. പക്ഷെ ഇപ്പം താൻ ഈ വിളി കേൾക്കുന്നത്. എന്നാലും അവൻ ചിരിച്ചുകൊണ്ട് മോനെ എടുത്തു. അച്ഛൻ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, എൻ്റെ മോൻ കളിച്ചോ. മോൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് തിരികെ വാക്കറിലിരുത്തി അനി. ഭാനു പ്രസവിച്ചു, അനി അറിഞ്ഞോ? ജ്യോതി വാക്കർ അകത്തേക്ക് തള്ളി വെക്കിനിടയിൽ ചോദിച്ചു. അറിഞ്ഞു, വരുന്ന വഴി ബേക്കറിയിൽ വെച്ച് ശിവയെ കണ്ടു, അവർ പോയിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അനി റൂമിലേക്ക് പോകാൻ ഒരുങ്ങി. അമ്മ വിളിച്ചിരുന്നു, അമ്മയാണ് പറഞ്ഞത്, അമ്മയും അച്ഛനും കൂടി കാണാൻ പോയിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതി കിച്ചണിൽ പോയി ചായ വെച്ചു. മോൻ വാക്കറിൽ ഉരുട്ടി കിച്ചണിൽ ജ്യോതിക്ക് പിന്നാലെ തന്നെയുണ്ട്.
പുതിയ വീടും സാഹചര്യവുമായി കുഞ്ഞ് പൊരുത്തപ്പെട്ടു. ജ്യോതിയെ അമ്മയെന്നും അനി അച്ഛനെന്നും വിളിച്ച് പിന്നാലെ നടക്കും ശ്രീകുട്ടൻ. ജ്യോതിയും അനിയും പരാതിയും പരിഭവവുമില്ലാതെ തങ്ങൾ തിരഞ്ഞെടുത്ത ജീവിതം ആസ്വദിക്കാനും